കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നെയ്യ് എങ്ങോട്ടാ ചെറുതി? രാവിലെ തന്നെ സിറ്റൗട്ടിൽ പത്രം വായിച്ചിരുന്ന അച്ഛൻ രാവിലെ തന്നെ പോലീസ് യൂണിഫോമിൽ റെഡിയായി പോകുന്ന ശരത്തിനെ കണ്ട് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല അച്ഛാ, ഒരു കേസായി ബന്ധപ്പെട്ട് ഒരിടം വരെ പോകാനുണ്ട്. നെയ്യ് എന്ന് മുതലാണ് എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? അത് അച്ഛാ ഞാൻ. ശരത്ത് എന്ത് പറയണമെന്ന് അറിയാതെ കുഴങ്ങി. വെറുതെ എന്താ കാര്യം? അത് പിന്നെ ശിവയും ശ്രീയും ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ അബിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് അവർ വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ്. അവർ മറ്റെവിടേക്കെങ്കിലും പോയി കാണും. അതൊന്നുമല്ല, അങ്ങനെ എങ്ങാനും ആണെങ്കിൽ അവൻ വിളിച്ചു പറയാതിരിക്കില്ല. പിന്നെ അവരിത് എങ്ങോട്ട് പോയി അതാണ് അറിയാത്തത്. ഇന്നലെ ആ തേണ്ടി ദേവരാജൻ അവനെ നേരെ കൊട്ടേഷൻ ടീമിന് അയച്ചിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരൊക്കെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാണ്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എൻ്റെ കുഞ്ഞുങ്ങളെവിടെയാടാ? ഓ ഒച്ച വെക്കല്ലേ, അമ്മ എങ്ങാനും കേട്ടാൽ അത് മതി. പിന്നെ അച്ഛൻ വെറുതെ ഓരോന്നാച്ച് BP കൂട്ടണ്ട, അവർക്കൊന്നും പറ്റില്ല. ശിവന്റെ ബുള്ളറ്റ് റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നിർമ്മൽ വിളിച്ചിരുന്നു. ഞാനേതായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ. മോനെ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ വിളിക്കണേടാ. ശരി അച്ഛാ. പിന്നെ അമ്മ ചോദിച്ചാ അവരവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ മതി. ശരത്ത് പോകുന്നത് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് ചെയറിലേക്ക് ഇരുന്നു. വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് ഏറ്റതും ശ്രീ ആയാസപ്പെട്ടുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോഴും ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് ഇന്നലെ നടന്നതൊക്കെ ഒരു തിരശ്ശീല എന്ന പോലെ തെളിഞ്ഞു വന്നതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേക്കാൻ നിന്നപ്പോഴാണ് ശ്രീക്ക് മനസ്സിലായത് അവളിപ്പോഴും അവനെ നെഞ്ചോട് ചേർന്ന ആ കരവലയത്തിനുള്ളിലാണെന്ന്. ഉറങ്ങുന്ന അവൻ്റെ മുഖത്തേക്ക് ചുണ്ടിൽ വിരിഞ്ഞ ഇളം പുഞ്ചിരിയോടെ നോക്കി നിന്നു. എന്തുകൊണ്ടോ അവൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറാൻ അവൾക്ക് തോന്നിയില്ല. ആ നെഞ്ചിലെ ചൂടേറ്റ് ആ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും സുരക്ഷിതത്വവും അവൾക്ക് തോന്നി. പതിയെ അവൾ അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടികൾ മാടിയൊതുക്കി. നെറ്റിയിലെ മുറിപ്പാടിൽ വിരലൊടിച്ചതും ചോരയിരിക്കുന്ന മുറിവും പൊത്തിപ്പിടിച്ച് എരിയുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന ആ 16-കാരൻ്റെ മുഖം മനസ്സിലേക്ക് ഓടി വന്നതും അവൾ വേഗം കൈകൾ പിൻവലിച്ചു. ശ്രീ വേഗം തന്നെ തൻ്റെ പോക്കറ്റിലുള്ള അവൻ്റെ ഫോണെടുത്ത് പതിയെ അവൻ ഉണർത്താതെ അവളുടെ ഫിംഗർ വെച്ച് ലോക്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ തോന്നിയ കുസൃതിക്ക് അവൾ അവനോട് കൂടുതൽ ചേർന്നിരുന്നുള്ള കുറേ സെൽഫികൾ എടുത്തു വെച്ചു. ഉറങ്ങുമ്പോഴെങ്കിൽ ഈ കാലമാണെന്ന് ചിരിച്ചൂടെ? എന്തായാലും കൊള്ളാം, ഞാൻ സൂപ്പറായിക്കണേ. തിരിച്ച് വീട്ടിലെത്തിയിട്ട് വേണം ഇതുപോലത്തെ ഒരു സെറ്റ് എനിക്ക് മേടിക്കാൻ. ശ്രീ എടുത്തിരുന്ന ഫോട്ടോസൊക്കെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മോ, ഇതെന്തോ ഒരുക്കോ? അതോടൊന്ന് കിട്ടിയ എന്നെ വഴിച്ചെടുക്കേണ്ടി വരുമല്ലോ. ശ്രീ അവളെ ചുറ്റിപ്പിടിച്ച വെച്ച് അവൻ്റെ കൈകൾ പതിയെ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീ ശിവയുടെ കൈകൾ വേർപ്പെടുത്താൻ ശ്രമിക്കും തോറും അവൻ്റെ കൈകൾ അവളിൽ മുറുകി വന്നു. മിക്കവാറും ഇങ്ങനെ ഞെക്കി ഓടിക്കും. ശ്രീ എങ്ങനെയൊക്കെയോ അവൻ്റെ കൈകൾ എടുത്തു മാറ്റി അവൻ ഉണർത്താതെ പതിയെ എണീറ്റ് മാറി നിന്നു. വാ, എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം! ഇവിടെ വെച്ചൊക്കെ ഒരു റീൽസ് ചെയ്താ ഞാനൊക്കെ ആരാകും? യോഗല്ല അമ്മണിയെ, ഈ പായി മടക്കിക്കള. സ്വയം ആത്മകഥിച്ച് അവൾ ശിവയുടെ ഫോണും തോണ്ടിയിരുന്നു. ശ്രീയുടെ പൊട്ടിച്ചിരി കേട്ടാണ് ശിവ കണ്ണുകൾ തുറന്നത്. തൻ്റെ ഫോണിൽ നോക്കി ചിരിക്കുന്ന ശ്രീയെ നോക്കി മൂരി നിവർന്നു. പെട്ടെന്ന് അവൻ്റെ ഫോണിൽ നിന്നും ബീപ്പ് സൗണ്ട് കേട്ടതും ശിവ ഇരുന്നിരുന്നും വേഗം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. അയ്യോ എൻ്റെ ടോമാഞ്ചേരി, താൻ എന്തേ ഈ കാണിക്കുന്നേ? അതിങ്ങ് താ. ശ്രീ യൂട്യൂബിൽ കാർട്ടൂൺ കാണുന്നത് തടസ്സമായ ദേഷ്യത്തിൽ തൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയ ശിവയോട് പറഞ്ഞു. എന്നാൽ ശിവ അതൊന്നും മൈൻഡ് വെക്കാതെ ശരത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. കോള് റിങ്ങായി മറുപുറത്ത് നിന്ന് കോൾ അറ്റൻഡ് ചെയ്യും മുമ്പേ ഫോൺ ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയിരുന്നു. അതെ, ആ ഫോൺ എറിയല്ലേ, അത് പോയി എൻ്റെ പിക്ക് പോവും. ശ്രീ കലിപ്പിൽ നിൽക്കുന്ന ശിവയുടെ അടുത്തേക്ക് വന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൻ കത്തുന്ന കണ്ണുകളോട് അവളെ നോക്കി. നിനക്ക് എന്താടി ബുദ്ധിയില്ലേ? ഫോണിലുള്ള ചാർജ് മുഴുവൻ ആൾ കളിച്ച് തീർത്തിരിക്കുന്നു. നീ എന്താടി കൊച്ചു കുഞ്ഞാണോ ഇപ്പോഴും കാർട്ടൂൺ കണ്ടിരിക്കാൻ? ശല്യം! എങ്ങനെ ഈ പട്ടിക്കാന്ന് രക്ഷപ്പെടാൻ നോക്കാതെ അവള്. നിർത്ത്, ഞാൻ അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല. ഫോൺ റേഞ്ച് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ശാത്തേനോട് വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. പോത്തുപോലെ കിടന്നിറങ്ങിയാ ഇതൊന്നും അറിയില്ല. പിന്നെ കാർട്ടൂൺ കൊച്ചു കുട്ടികൾക്ക് മാത്രമേ കാണാൻ പറ്റുന്നൊന്നുമില്ല. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോക്കോണ്ട്. ഇനി നിങ്ങൾക്കൊരു ശല്യമായി ഞാൻ വരുന്നില്ല. ബായ്. ശിവനോടതും പറഞ്ഞ് ശ്രീ അവൻ കാണാതെ നിറഞ്ഞ കണ്ണുകൾ മറച്ചു പിടിച്ച് ആ ഏറുമാടത്തിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു. അവനോടുള്ള വാശിക്ക് അവൾക്ക് എങ്ങനെയില്ല കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന ഉദ്ദേശം മാത്രമായിരുന്നു. മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടം കണ്ട് അവൾക്ക് എന്തോ ഭയം തോന്നിയില്ല. ആരെങ്കിലും കണ്ടുമുട്ടുന്ന പ്രത്യാശയിൽ എവിടേക്കെന്നില്ലാതെ നടന്നു. കുറേ ദൂരം നടന്നതും വിശപ്പും ദാഹവും കൂടി വന്നതും ശ്രീ തളസ്യയോട് അടുത്ത് കണ്ട മരത്തിൻ്റെ കീഴിലിരുന്നു. ഇതേ സമയം ശ്രീ തിരിച്ചു വരുന്നത് നോക്കി ശിവ അവിടെ തന്നെ ഇരുന്നു.
നാശം, ഈ വട്ടുപിടുന്നത് എവിടെ പോയി കിടക്കാം? എന്തെങ്കിലും കുഴപ്പമില്ലേ അവൾക്ക് മാനസമാധാനം ഉണ്ടാകില്ലല്ലോ. വെറുതെ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കാൻ ഏതായാലും തിരിച്ചു വന്നോളും. വലിയ ഡയലോഗ് അടിച്ച് പോയതല്ലേ, ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം അതിനില്ല. മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അവൻ അവിടെ അവളുടെ വരവും കാത്തിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ ഒന്നിലുടക്കി നിന്നത്. തൻ്റെ പിന്നിൽ നിന്നും ആരുടെയൊക്കെ ശബ്ദം കേട്ടതും ശ്രീ ആശ്വാസത്തോടെ മുഖം ഉയർത്തി നോക്കി. പതിയെണീറ്റ് ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു. എന്നാൽ ശബ്ദം കേട്ടിടത്തേക്ക് എത്തിയ ശ്രീ അവിടെയുള്ള 4-5 പേരെ കണ്ടതും ഒന്ന് പതറി. കള്ളിൻ്റെയും സിഗരറ്റിൻ്റെയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും ദുർഗന്ധം മൂക്കിലേക്ക് രച്ചു കയറിയതും അവളുടെ മുഖം ചുളിഞ്ഞു. അതെ, അവൾ തെല്ലൊരു പേടിയോടെ അവരെ വിളിച്ചു. എൻ്റെ ശിവനെ, നീ എന്നെ ഈ സാത്താമാരുടെ അടുത്തേക്കാണല്ലോ പറഞ്ഞു വിട്ടത്. എന്തേലാവട്ടെ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ. എങ്ങനെയും ഒന്ന് പുറത്ത് കന്നിട്ട് വേണം ആ കാലമാണ് മുന്നിൽ കയറി 2 ഡയലോഗ് അടിക്കാൻ. ഏതാടാ ഈ കിളുന്ത് പെണ്ണ്? സ്ത്രീയെ കണ്ടതും ആ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു. ഏതായാലും കൊള്ളാം. അയാളത് പറഞ്ഞതും ബാക്കിയുള്ളവരും കൂടി ചിരിക്കാൻ തുടങ്ങി. ഈശ്വര, ഇനി ജിശേച്ചിയും സൗമ്യ ചേച്ചിയും പോലെ ഞാനും വല്ല പത്രത്തിലോ ടി വിയിലോ പാരുമോ? ഇവിടെ ചിരി പന്തിയല്ല, എങ്ങനെയും മുങ്ങിയാലോ? ഓവാതെ മോളെങ്ങനെ ഇവിടെ എത്തി? സ്ത്രീയെ നോക്കിക്കൊണ്ട് ഒരാൾ ചോദിച്ചു. അത് പിന്നെ വഴി തെറ്റി വന്നതാ, എന്നാ ഞാൻ പോട്ടെ. ധൃതി കൂട്ടാതെ മോളെ, ഞങ്ങൾ മോൾക്ക് വഴി കാണിച്ച് വീട്ടിൽ കൊണ്ടാക്കി തരാം. ഹലേടാ. അതും പറഞ്ഞ് സ്ത്രീ പതിയെ അവിടുന്ന് മുങ്ങാൻ നിന്നതും പിന്നിൽ നിന്നും വഷളം ചുവയോട് അയാൾ പറഞ്ഞതും മറ്റുള്ളവരൊക്കെ അത് ഏറ്റുപിടിക്കുന്നത് കേട്ട് അവൾക്ക് ഒരു നിമിഷം സങ്കടവും ദേഷ്യവും തോന്നി. വേണ്ട, ഞാൻ പോക്കോണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ മോൾ ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഈ കാണക്ക മോൾക്ക് വിശദമായി പരിചയപ്പെടുത്തി വിടാം. അതും പറഞ്ഞ് കൂടുതൽ തലവനെന്ന് തോന്നിക്കുന്ന ഒരാൾ ഉടുത്തിരുന്ന് മുണ്ടും മടക്കി കുത്തി എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, മോള് വാ. അതും പറഞ്ഞ് അയാൾ അവളെ കൈ പിടിക്കാൻ ആഞ്ഞതും അവൾ അയാളുടെ കൈകൾ തട്ടി മാറ്റി. ഞാൻ ചേട്ടന്മാർക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞേ. ഈ മോള് കൊള്ളാലോ, കാണാൻ ഇത്തിരി ഉള്ളതിൽ നാവിന് നീളം കൂടുതലാണല്ലോ. സ്ത്രീ അയാളൊന്ന് കലിപ്പിച്ച് നോക്കി തിരിഞ്ഞു നടന്നതും അതിനു മുന്നേ അയാൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു. കൈ എടുക്കടൂ, ശ്രീ ദേഷ്യത്തിൽ കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങളെ കൊതിപ്പിച്ചിരുത് എന്ത് പോക്കാ മോളെ? സ്ത്രീയെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. തന്നോട് കൈ എടുക്കാനാ പറഞ്ഞേ? ഇല്ലെങ്കിൽ. അയാളത് പറഞ്ഞപ്പോഴേക്കും സ്ത്രീ വലത്തെ കൈ ഉയർത്തി അയാളുടെ കവളിൽ ആഞ്ഞൊരു അടി കൊടുത്തതും പെട്ടെന്നുള്ള പ്രഹരത്തിൽ അയാൾ അവളിൽ നിന്നുള്ള പിടിവിട്ടിരുന്നു. മിണ്ടാതെ നിൽക്കടോ, താൻ്റെയൊക്കെ സൂക്കേട് എൻ്റെ അടുത്തെടുക്കാൻ നിൽക്കണ്ട. ഇതാളും വേറെയാ. ഭവാനി കേലക്കാട്ടിലിരിക്ക്, കൊല്ലാമ വിടമാട്ടെ. അതും മഞ്ഞ സ്ത്രീ അയാളെ തള്ളി മാറ്റി അവിടെ നിന്ന് ഓടി. വെറുതെ വിടരുതാ നായിൻ്റെ മോളെ, പോയി പിടിക്കടാ. പിന്നെ ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. ഞാനേ ഉസൈൻ പോയിട്ടാ. അതും പറഞ്ഞ് സ്ത്രീ അവരെ നോക്കി കൊഞ്ഞനം കുത്തി അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ ഓടി. കുറച്ചു ദൂരം ഓടിയതും സ്ത്രീ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും കണ്ടു. നേരെ ചൊവ്വാൻ ഓടാൻ കഴിയില്ലേലും തന്നെയും പിന്തുടർന്ന് വരുന്ന അവരെ കണ്ടതും സ്ത്രീ ഓടത്തിന് വേഗം കൂട്ടി. ശരീരത്തിൻ്റെ തളർച്ച അവളെ ബാധിച്ചെങ്കിലും അവൾ അവിടെ നിന്നും തന്നെ കൊണ്ട് കഴിയും വിധം രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. പതി അവളുടെ കാലുകൾക്ക് ബലം കുറഞ്ഞ് കണ്ണിലിട്ട് പടർന്നിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴേക്കും അവളുടെ ഉള്ളിൽ ആശ്വാസത്തിൻ്റെ തിരുനാളം തെളിഞ്ഞിരുന്നു. ശിവന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല. തൻ്റെ കൈക്കൊള്ളിൽ കിടക്കുന്ന അവളെ കണ്ടതും താൻ ഇതുവരെ അനുഭവിച്ചതെല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു. കുറച്ചു മുമ്പേ എന്തെന്നില്ലാതെ ശിവന്റെ നെഞ്ചെടുപ്പ് ഉയർന്നതും അവൻ അവിടെ നിന്ന് ഇറങ്ങി. നിലത്ത് ചിന്നിച്ചിതിരി കിടക്കുന്ന ഒഴിഞ്ഞ മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളും മറ്റും കണ്ടതും അവൻ വേഗം തന്നെ സ്ത്രീയെ അന്വേഷിച്ചിറങ്ങി. അവളെ ഈ അവസ്ഥയിൽ തനിച്ചു വിട്ടതിന് അവന് കുറ്റബോധവും തന്നോട് തന്നെ ദേഷ്യവും തോന്നി. എത്ര അന്വേഷിച്ചിട്ടും അവളെ കാണാൻ കഴിയാത്തത് അവനിൽ ഭയം ജനിപ്പിച്ചു. ഒരു നിമിഷം സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമെന്ന ചിന്ത അവനിൽ നിറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവൻ ആ കാട്ടിൽ സഹായത്തിനായി ആരുമില്ലാതെ നിസ്സഹനായി നിന്നു. അപ്പോഴാണ് സ്ത്രീ അവൻക്കരികിൽ എത്തിപ്പെട്ടത്. താൻ അനുഭവിച്ച പേടിയും ടെൻഷനും ആലോചിക്കും തോറും അവൻ അവളെ മുഖമടക്കൊന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും തൻ്റെ കൈകളിൽ വാടിയ പൂപോലെ കിടക്കുന്ന അവളെ കണ്ടതും അവനിൽ നോവുണർന്നു. അപ്പോഴേക്ക് സ്ത്രീയുടെ പിന്നാലെ വന്നവർ അവിടെ എത്തിയിരുന്നു. അവരെ കണ്ടതും ശിവൻ നെറ്റിച്ചുളിച്ച് അവരെ നോക്കി. ഞങ്ങൾക്കറിയാം എന്നടി നിന്നെ ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടൂന്ന്. ഞങ്ങളെ കൊതിപ്പിച്ച് കളഞ്ഞിട്ട് അങ്ങ് രക്ഷപ്പെടാന്ന് കരുതിയോടി നീ. ഇവിടെ ഞങ്ങളറിയാതെ ഒരു ഇല്ല പോലും അനങ്ങില്ല. അവരിൽ ഒരാൾ സ്ത്രീയെ നോക്കി പറഞ്ഞു. അവരുടെ ശബ്ദം കേട്ടതും അതുവരെ തളർച്ചയോടെ ശിവന്റെ നെഞ്ചിൽ ചാരി നിൽക്കിയപ്പോഴേക്കിരുന്ന സ്ത്രീ മിഴികൾ വലിച്ചു തുറന്ന് പേടിയോടെ അവരെ നോക്കി.
അവരുടെ സംസാരത്തിൽ നിന്നും ശിവക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ആരാ നിങ്ങളൊക്കെ? അതൊക്കെ മോന് പിന്നെ പറഞ്ഞു തരാം. ആദ്യം അവളെങ്ങ് വിട്ടതാ, വിളഞ്ഞപ്പോൾ എത്താത്, അതുകൊണ്ട് അവളെങ്ങ് താടാ. അയാൾ അവിടെ അടുത്തേക്ക് നടന്നെടുത്ത് ശ്രീയെ നോക്കി പറഞ്ഞതും ശ്രീ ശിവയുടെ ബനിയനിൽ മുറുകെ പിടിച്ചു. ഇവളെ വിട്ടു തരണമെന്ന് പറയാൻ നിങ്ങളാരാ? അതെന്ത് ചോദ്യാടാ കൊച്ചനെ, ഇവള് ഞങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ശാന്തമായെന്നവൻ്റെ സ്വരം. അത് കണ്ട് അവിടേക്ക് ചുണ്ടിൽ പൂച്ചച്ചിരി വിരിഞ്ഞു. പക്ഷെ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണെന്ന് അവരറിഞ്ഞിരുന്നില്ല. തൽക്കാലം ഞങ്ങൾ തീരുമാനിച്ചാൽ മതി അല്ലേടാ. ശിവയെ നോക്കി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ് ശ്രീയുടെ കയ്യിൽ പിടിക്കാൻ ആഞ്ഞതും ശിവ അതിൻ്റെ മുന്നേ അയാളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. ശിവന്റെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലെങ്കിലും അയാളുടെ മുഖം വേദന കൊണ്ട് വലിഞ്ഞു മുറുകി. എല്ലാം നീയൊക്കെ അങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവളുടെ കെട്ടിയോനാണെന്നും പറഞ്ഞ് നടക്കുന്നത്? എൻ്റെ ഭാര്യയുടെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനല്ലേ, അല്ലാതെ വഴിയിലൂടെ പോകുന്ന നിങ്ങളാണോ? വളരെ കൂളായി ശിവ പറഞ്ഞതും ശ്രീ അടക്കം എല്ലാവരും ഞെട്ടി. അവൻ്റെ തൻ്റെ ഭാര്യ എന്ന വീക്ഷണത്തിൽ അവളുടെ ക്ഷീണവും തളർച്ചയുമൊക്കെ എങ്ങോ പോയി വിളിച്ചിരുന്നു. ശ്രീക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പോറയടാ. ശിവ അയാളുടെ കയ്യിൽ പിടിമുറുക്കിയതും അയാളുടെ അലച്ച അവിടെ നിന്നും ഉയർന്നുകൊണ്ട് അന്തരീക്ഷത്തിൽ ലയിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ കൈകളിൽ അയാളുടെ കൈകൾ ഞെരിഞ്ഞ വരുമ്പോൾ വേദനയോടെ അവൻ്റെ പിടിയയക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ബലത്തിൻ്റെ മുന്നിൽ അയാൾ തളർന്നിരുന്നു. അവൻ്റെ ഭാവം അയാളുടെ കൂടെ വന്നവരിൽ ചെറിയ രീതിയിൽ ഭയം ഉണ്ടാക്കിയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരും നിന്നു. ശിവേട്ട വേണ്ട, വിട്ടേര്. അയാളുടെ അലർച്ച അസഹനീയമായി തോന്നിയതും ശ്രീ ശിവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളൊന്ന് തുറച്ചു നോക്കി അയാളെ നിലത്തേക്ക് തള്ളിയിട്ടു. ഡാ, നീ വല്ലാതെ ഞങ്ങളുടെ ഇടയിൽ കയറി വന്ന് ഷോയ്ക്ക് ഇവിടെയും കൊണ്ട് പോകാന്ന് കരുതിയോ? നിലത്ത് വീണവനെ താങ്ങി പിടിച്ചുകൊണ്ട് ഒരുത്തൻ പറഞ്ഞു. ഇവന് കിട്ടിയതെന്ന് പോരാൻ തോന്നുന്നു. ശ്രീ അവരെ ദയനീയതയോടെ നോക്കി പതിയെ പറഞ്ഞു. ഇവള് ഭാര്യയാണെന്ന് പറഞ്ഞ് നീ വലിയ ഡയലോഗ് അടിച്ചല്ലോ. ഭാര്യയെ പോലെ ഭർത്താവും വഴിതെറ്റി വന്നതാണോ? അതോ ആർക്കെങ്കിലും കാണിക്ക വെക്കാൻ ഇവളെയും കൊണ്ട് ഇറങ്ങിയതാണോ? ഇതുപോലെ ഒന്നിനെ ആരുടെ വേണ്ടെന്ന് വെക്കുക? അയാൾ വൃത്തികെട്ട ചുവിയോട് അവരെ നോക്കി പറഞ്ഞു തീരും മുമ്പേ അവൻ നോക്കിയില്ല അയാളുടെ നെഞ്ചുകൂട് നോക്കി ചവിടി തെറിപ്പിച്ചിരുന്നു. പൊന്ന നായിൻ്റെ മോനെ, നാവിനില്ലെന്ന് കരുതി എന്തു പറയാന്ന് കരുതിയോടാ. അതും പറഞ്ഞ് ശിവ തന്നെ ചവിട്ടേറ്റ് തറയിൽ കിടന്ന ആളുടെ കോളറിൽ പിടിച്ച് എണീപ്പിച്ച് മൂക്കിലേക്ക് പഞ്ച് ചെയ്തതും അയാളുടെ മൂക്കിൽ നിന്ന് പൈപ്പ് തുറന്നു വിടുന്നതുപോലെ പുറത്തേക്ക് ഒഴുകി രക്തം. ശിവ പെട്ടെന്ന് തന്നെ വേദനയോടെ പിടിയുന്ന അയാളെ എടുത്ത് തൻ്റെ നേരെ വരുന്നവരുടെ നേരെ എറിഞ്ഞു. അവൻ്റെ എല്ലാ ദേഷ്യവും അവരുടെ ദേഹത്ത് അവൻ തീർത്തിരുന്നു. അയ്യോ വേണ്ട സാറേ, അയ്യോ ഇനി നല്ല ഞങ്ങൾ ചത്തു സാറേ, ഞങ്ങൾ ചത്തുപോകും. ശിവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ പൂച്ചെന്നിറഞ്ഞു. നിന്നെ പോലെ എല്ലാവർക്കും ഉണ്ടാകും ജീവനിൽ കൊതി. ഇനി ഇതുപോലെ ഏതെങ്കിലും പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അത് ഓർക്കുന്നത് നന്ന്. പിന്നെ ഇതുപോലെ ഇനി ഏതെങ്കിലും പെണ്ണിന് നേരെ നിന്റെ വൃത്തികെട്ട കണ്ണുകൾ ഉയർന്ന കയ്യിലുള്ളവനെ നിലത്തേക്ക് എറിഞ്ഞ് കയ്യിൽ പറ്റിയിരുന്ന ചോര തുടച്ചുകൊണ്ട് ശിവൻ വാണിങ്ങുന്ന പോലെ പറഞ്ഞു. ഇല്ല സാറേ, ഇനി ഞങ്ങൾ അടങ്ങി ഉണങ്ങി ജീവിച്ചുകൊണ്ട് ആദ്യകാല അമ്മച്ചിയാണേ സത്യം. അവരെ നോക്കി അമർത്തി മൂടി അവൻ എല്ലാത്തിനും തുടക്കം കുറിച്ച സ്ത്രീക്ക് നേരെ തിരിഞ്ഞു. അവൻ്റെ നോട്ടം കണ്ടതും അവൾ അവനെ നോക്കി പല്ലളിച്ച് കാണിച്ചു. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല, ഐ ആം പെർഫെക്റ്റ് ഓൾ റൈറ്റ്. നീ വല്ല നേർച്ചയിട്ടുണ്ടോ കോപ്പെ? എപ്പോഴും ഇങ്ങനെ ഓരോ പണി ഉണ്ടാക്കിക്കൊള്ളാന്ന്. ഓ, എനിക്കിട്ട് താങ്ങിയതാണല്ലേ. എന്നെപ്പോലെ ഒരു പാവം വെച്ചിട്ട് ഇങ്ങനെ താങ്ങുന്നതിനെ താൻ ഉറപ്പായി ഉറുമ്പ് കടിക്കും. നോക്കിക്കോ, ശ്രീയാ പറയുന്നേ. മിണ്ടാതെ കൊണ്ട് വാടി. ശിവ അവൾ പറയുന്നത് കേട്ട് കലിപ്പിൽ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്നെന്തോ ഓർത്തു പോലെ അവൻ ശ്രീയുടെ കൈ വിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് പാനിൻ്റെ പോക്കറ്റിൽ നിന്ന് തൻ്റെ വാലറ്റ് എടുത്ത് അതിൽ നിന്ന് നനവ് മാറി തുടങ്ങുന്ന 2000-ന് 2-3 നോട്ടെടുത്ത് അവർക്ക് നേരെ നീട്ടി. ഇത് വെച്ചോ, ഹോസ്പിറ്റൽ ചെലവിന് ഉപകരിക്കും. അവൻ പുച്ഛത്തോടെ ക്യാഷ് നീട്ടി പറഞ്ഞതും അവർ വാങ്ങാൻ മടിച്ചു നിന്നു. ആ വാങ്ങടോ. ശിവ കലിപ്പോടെ അലറിയതും അവർ പേടിയോടെ അത് വാങ്ങി. സാറേ, സാറ് പോലീസാണോ? ഒരാൾ വിക്കി ശിവനോട് ചോദിച്ചു. അതെ പോലീസാ, ഞാനും പോലീസാ. ശിവ പറയും മുമ്പേ ശ്രീ ഇടയിൽ കയറി പറഞ്ഞു. അവൾ വലിയ ഗമയിൽ പറയുന്നത് കേട്ട് ശിവയ്ക്ക് ചിരി വന്നെങ്കിലും അവൻ ഗൗരവത്തിൽ തന്നെ നിന്നു. ഡാ, ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വഴി അതിലൂടെയാ. നേരെ പോയാൽ മതി സർ, റോഡിലെത്തും. ഇതിന് ലോക്ക് ഓപ്പൺ ചെയ്യ്. നിലത്ത് വീണ് കിടക്കുന്ന ഒരുവൻ്റെ ഫോൺ എടുത്ത് നീട്ടി ശിവ പറഞ്ഞതും അയാൾ ലോക്ക് ഓപ്പൺ ചെയ്ത് അവശതയോടെ വീണ് നിലത്തേക്ക് കിടന്ന് കണ്ണുകളടച്ചു. ഇതിൽ ബാലൻസ് ഉണ്ടോടോ?
ഉണ്ട് സാറേ. അയാൾ പറഞ്ഞതും ശിവ ശരത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് അവിടുന്ന് മാറി നിന്നു. ഇതേസമയം ശ്രീ അടികൊണ്ട് കിടക്കുന്നവരുടെ മുന്നിലേക്ക് ചെന്നു. ഇപ്പം എങ്ങനെയുണ്ട് ചേട്ടന്മാരെ, വേദനിക്കുന്നുണ്ടോ? ശ്രീ അവരെ കളിയാക്കി ചോദിച്ചതും അവർ ദയനീയതയോടെ അവരെ നോക്കി. നിങ്ങളായിട്ട് ഇരുന്ന് വാങ്ങിയതല്ലേ, അനുഭവിച്ചോ. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതുപോലെ അടി കിട്ടിയ ചത്തു പോകൂന്ന്. അതല്ല ഇവിടെ പറയേണ്ട ഡയലോഗ് ചേട്ടാ. ഇനി നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ഞാൻ പറയാം. ഇംഗ്ലീഷ് വേണോ മലയാളത്തിൽ വേണോ, പിന്നെ മൂവി ഡയലോഗ് വേണോ, അതോ എൻ്റെ നാവിൽ വരുന്നത് മതിയോ? രണ്ടാമത്തത് പോരെ, അതാകുമല്ലോ ബെറ്റർ. ശ്രീ പറയുന്നത് കേട്ട് ഇവരിത് എന്തിൻ്റെ കുഞ്ഞെന്ന രീതിയിൽ അവർ നോക്കി നിന്നു. മാതാപിതാ ഗുരുദൈവം എന്നല്ലട തെണ്ടികളെ ഏതൊരാളും പറഞ്ഞത്. അതുപോലെ എല്ലാ സ്ത്രീകളും നമ്മുടെ അമ്മയും പെങ്ങളുമാണ്. ഗോട്ട് ഇറ്റ്. അതെ, കുറച്ചുകൂടെ പറയട്ടെ. അയ്യോ വേണ്ട പെങ്ങളെ. അതെന്താ, കൊള്ളില്ലേ? പിന്നെ സൂപ്പർ ആയിക്കണ്. താങ്ക് യു. അല്ല, താനെന്തോ വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ, എന്താ അപ്പം അത്? ശ്രീ താടിക്ക് കൈ കൊടുത്ത് ആലോചിക്കാൻ തുടങ്ങി.